പ്രസാദ്, ശ്രീ ഷാബു പ്രസാദ്, ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാൽ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇതിനെ ന്യായീകരിക്കുന്നില്ല. ഉദ്യോഗസ്ഥരെ മാത്രമല്ല, അദ്ദേഹം ഭരണസമിതിയെയും പ്രതിയാക്കണം എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുള്ളയാളാണ്. അത് നല്ലതാണ്. ആ കാര്യം പല ഇടത് നേതാക്കൾക്കും അതില്ല, പ്രത്യേകിച്ച് CPM നേതാക്കൾക്ക് അതുണ്ടാകാറില്ല. പക്ഷേ ഇടത് സഹയാത്രികനായ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. അത് നല്ല കാര്യവുമാണ്. ശ്രീ ഷാബു പ്രസാദ്, ഈ ഹൈക്കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഒരു ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയിൽ മാത്രമല്ല, മുഖ്യവാതിലിലുമുണ്ട്, അതുപോലെ തന്നെ വാതിൽ പടികൾ അവിടെ സ്വർണം പൂശിയ കാര്യത്തിലും ഇതിലെല്ലാം സ്വർണ്ണ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളെ നാണിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ആസൂത്രണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വാതിൽ അഴിച്ചുകൊണ്ട് പോയതൊക്കെ ഉണ്ടല്ലോ, പൂജ നടക്കുന്ന സമയത്താണ് ഈ വാതിൽ അഴിച്ച് അവിടെ അളവെടുത്ത് കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ എവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്? അവിടെ കീഴ്ശാന്തി ഈ വാതിൽ അഴിച്ചു കൊടുക്കുകയായിരുന്നു, എന്നിട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയായിരുന്നു പിന്നീട്. അതുപോലെ 3 തവണ ഒരു തവണ ബാംഗ്ലൂരിൽ നിന്ന്, പിന്നീട് ഒരു തവണ ഹൈദരാബാദിൽ നിന്ന്, പിന്നെ ചെന്നൈയിൽ നിന്ന് 3 പ്രാവശ്യമായിട്ട് ഈ പുതിയ വാതിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഫിറ്റിംഗ് ശരിയാണോ എന്ന് നോക്കുന്നു. ഇതൊക്കെ അവിടെ നടന്നിട്ടും ഈ ഭരണസമിതിയിലെ ആരും അറിഞ്ഞില്ല എന്നാണോ? നോക്കൂ മഞ്ജുഷേ, ഞാൻ ഇതിനെ വേറൊരു ആംഗിളിലും കൂടെ കാണാനാണ് ശ്രമിക്കുന്നത്. ഒന്ന്, ഒരു പെരുങ്കള്ളൻ കൊടുത്ത സ്വർണമാണത്. അയ്യപ്പൻ ആ സ്വർണം വേണ്ട. അയ്യപ്പൻ ഈ സ്വർണത്തിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ പെരുങ്കള്ളൻ കൊടുത്ത സ്വർണം വേറെ അതിനേക്കാട്ടിൽ വലിയ പെരുങ്കള്ളന്മാരെ അതേ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ അയ്യപ്പൻ തന്നെ കുടുക്കി. അത് ഞാനതിനെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അതിൻ്റെ ആ ഒരു എന്താണ് കോയിൻസിഡൻസ് മുഴുവനും ഒന്ന് നോക്കൂ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വരും. അയ്യപ്പന്, അതായത് നിത്യബ്രഹ്മചാരിയായ യോഗിയായ അയ്യപ്പന് സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഞാൻ എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മറ്റൊന്ന്, ഇവിടെ അതായത് 2.5 കിലോ സ്വർണം ഉണ്ടായിരുന്നത് ഇപ്പം ആകെ 300 ചില്ലാൻ ഗ്രാം സ്വർണം മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം ബാക്കി സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു, പോയിരിക്കുന്നു എന്നാണ്. മഞ്ജുഷ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ആ കോടതി ഉത്തരവിലും സംഭവമുണ്ട്. പൂജ നടക്കുമ്പോഴാണ്, നട തുറന്നിരിക്കുമ്പോഴാണ് ഈ വാതിൽ ഇളക്കിക്കൊണ്ട് പോകുന്നത്, വാതിൽ ഇളക്കി കൊടുക്കുന്നത്, പിടിക്കുന്നത്. ഇതല്ല ഇവിടെ. ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് കള്ളന്മാരാണ് എന്നുള്ളതിൽ ഉറപ്പിച്ചു. ഇപ്പം ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇപ്പം ഈ ആദ്യം ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ബോർഡ് മെമ്പറിലേക്കും ബോർഡിലേക്കും വരെ എത്തിയിട്ടുണ്ട്. അതായത് ഈ കള്ളന്മാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കള്ളന് കഞ്ഞി വെച്ചവന്മാരിലേക്കും കൂടെ ഒന്ന് എത്തണമല്ലോ. ഈ കള്ളന്മാരെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത് ആരാണ്? അതിന്റെ ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ. അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. അതിന് അടുത്ത ന്യായം വരികയാണ്, ഞങ്ങൾക്ക് നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആ ബോർഡിനാണെന്നാണ്. അല്ല, അങ്ങനെയെങ്കിൽ ഈ അവിശ്വാസിയായ, വിശ്വാസമില്ലാത്ത ദേവസ്വം മന്ത്രി ഈ നട തുറക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ കടന്നു വരുന്നിടത്ത് അവിടെ ചെന്ന് ഈ തടസ്സം, ഇവർക്ക് മുഴുവനും കടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഒന്ന് തൊഴുക പോലും ചെയ്യാതെ കയ്യിലൊഴിച്ചു കൊടുക്കുന്ന തീർത്ഥജലം താഴെ കളഞ്ഞ് അവിടെ ഇങ്ങനെ അയ്യപ്പനെയും വിശ്വാസികളെയും മുഴുവനും അപമാനിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നത് എന്തിനാണ്? അതൊക്കെ ദേവസ്വം ബോർഡ് നോക്കിക്കൊള്ളൂല്ലേ? എല്ലാ വർഷവും കാണുന്ന ഒരു കോമാളി കാഴ്ചയാണ്, അറപ്പ് വരുന്ന കാഴ്ച. യോമാരവിടെ പോയി നിൽക്കുന്നത്. ഇയാൾക്ക് എന്താ അവിടെ കാര്യം? ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഈ ദേവസ്വം കാര്യം, അത് ദേവസ്വം ബോർഡിൻ്റെ സർക്കാരിനോ അല്ലെങ്കിൽ ഇവർക്കോ ഒന്നും ഇല്ലെങ്കിൽ ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാ അപ്പം ഇവിടെ? എന്താ അവരുടെ ഉത്തരവാദിത്വം? അയാൾക്ക് എന്താ അവിടെ കാര്യം? ശ്രീകോവിലിൻ്റെ മുമ്പിൽ കാര്യം? അയാൾക്ക് വിശ്വാസമില്ല, ഒന്നുമില്ല. അവിടെ നിന്ന് അയാൾ എന്തോ ഉണ്ടാക്കാനായി പോകുന്നത്? അതൊന്നുമല്ല കാര്യം. ഇതൊരു കൂട്ടക്കൊള്ളയാണെന്നേ. ഇത് വളരെ കൂട്ടക്കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇത് എവിടം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളത് ഇനിയും വരും ദിവസങ്ങളിൽ അയ്യപ്പൻ തന്നെ കാണിച്ചു തരട്ടെ. ഇനി മറ്റൊരു കാര്യം, ഇപ്പം മഞ്ജുഷ ഇവിടെ പറഞ്ഞു, ആ കോടതി ഉത്തരവിലുണ്ട്, നട തുറന്നിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ശബരിമലയിൽ എന്നല്ല, ഇതുപോലെ ഏത് മഹാക്ഷേത്രങ്ങളിലും ആയിക്കോട്ടെ, ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശ്രീകോവിലുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പം തന്ത്രി അറിയാതെ ഒരീച്ച പറക്കാൻ പറ്റുമോ? തന്ത്രി അറിഞ്ഞിട്ടില്ല, തന്ത്രി അറിയാതെയാണ് ഇത് മുഴുവൻ നടന്നത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തന്ത്രിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? എന്തുകൊണ്ട് ഇതുവരെ തന്ത്രിയുടെ പേര് ഇതുവരെ പരാമർശിച്ച് കേട്ടില്ല?
ഒരു വാജിവാഹനം കൊണ്ടുപോയി അദ്ദേഹം വീട്ടിൽ വെച്ചിരിക്കുന്നു എന്നുള്ളത് അറിയാം. അതിൻ്റെ പിന്നുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെ ധാർമ്മികമായിട്ടാണ്, നിയമപരമായിട്ടോ എന്തോ അല്ലെങ്കിലും ധാർമ്മികമായിട്ടാണെങ്കിലും തന്ത്രിയും ഇതിൻ്റെ ഉത്തരം പറയേണ്ടതുണ്ട്. തന്ത്രിക്കും ഇതിൻ്റെ അകത്ത് റോൾ ഉണ്ടോ എന്ന് സംശയിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവിടെ അൾട്ടിമേറ്റ് അതോ പ്രത്യേകിച്ച് ശ്രീകോവിലിൻ്റെ വാതിലാണ്, അതും അതിൻ്റെ അത് ആ ഉത്തരവിൻ്റെ അത് കണ്ട ഈ വാതിൽ ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു റിവേഴ്സ് ഹിഞ്ചസ് വെച്ചിട്ട് ടക്കെന്ന് വലിച്ചങ്ങെടുത്ത് അങ്ങ് കൊണ്ടുപോകാം.